എന്റെ ശിവൻകുട്ടി അണ്ണാ, ഈ നിയമസഭയിലെ കാലുമ്പൊക്കി മേശപ്പുറത്തിരുന്ന് കാലുമ്പൊക്കി ചാടുന്ന പോലെയോ എന്റെ ബിന്ദു ചേച്ചി, ഈ ചാനലുകാരൊക്കെ വരുമ്പോഴേ കുഞ്ഞു ഇങ്ങനെ കുഞ്ഞു പാവകളെ പോലെ വർത്താനം പറയുന്ന പോലെയൊന്നുമല്ല വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യണത് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കൈകാര്യം ചെയ്താൽ ഇതുപോലെ തന്നെ ഇരിക്കും. ഹൈക്കോടതി മെനഞ്ഞാതെ വിമർശിച്ചിട്ട് പോലും അതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറല്ലാത്താവാതെ വീണ്ടും ഇതിന് കൂടെ അപ്പീലിന് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞു വരുന്നത് കീമിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാര്യമാണ്. പ്രോസ്പെക്ടസിൽ 1 മണിക്കൂർ റാങ്ക് ലിസ്റ്റ് വരുന്നതിന് 1 മണിക്കൂർ മുമ്പ് പ്രോസ്പെക്ടസിൽ ചേഞ്ച് അങ്ങ് വരുത്തി. അത് ഞങ്ങളുടെ വിവേചന അധികാരമാണ്, ഡിസ്ക്രിയേഷണറി പവർ ആണെന്നാണ് വാദം. എന്ത് ഡിസ്ക്രിയേഷൻ പവർ? എല്ലാത്തിനും ഒരു കാലവും സമയവും ഒക്കെ ഇല്ലേ? ഇതൊക്കെ എപ്പോഴാണ് ചെയ്യേണ്ടത്? റാങ്ക് ലിസ്റ്റ് വരുന്നതിന് തൊട്ട് മുന്നാണോ? ആദ്യം പോയിട്ട് ഇതൊക്കെ എന്താണെന്ന്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്താണ് ആദ്യം ഒന്ന് പഠി, ഇതിന്റെ നിയമങ്ങളൊന്ന് പഠിച്ചിട്ട് വേണം ഇത്രയെങ്കിലും ചെയ്യാൻ. അല്ലെങ്കിൽ വിവരവും വിദ്യാഭ്യാസവും കുറച്ചൊക്കെ ഉള്ള ആൾക്കാരെ വേണം ഈ വകുപ്പിലൊക്കെ പിടിച്ചിരുത്താൻ. അല്ലാതെ എത്ര വകുപ്പുകളുണ്ട് ഇവർക്കൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന? എത്രയും വകുപ്പുകളുണ്ട്. ഈ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ഇവർക്ക് കൊടുക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു? എന്ത് തന്നെയായാലും കീമിലെ പിള്ളേരുടെ കാര്യം, റാങ്ക് ലിസ്റ്റ് വന്ന കുട്ടികളുടെ കാര്യമൊക്കെ അവതാളത്തിലായിരിക്കുവാണ്. വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഇതിന്റെ മാനദണ്ഡം അനുസരിച്ച്. അപ്പൊ എത്രയും പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് ചെയ്തു കൊടുത്തെങ്കിൽ കുട്ടികളുടെ ഭാവിയെങ്കിലും വലിയ പ്രശ്നമില്ലാണ്ട് പോയേനട്ടെ. വീണ്ടും അപ്പീൽ കൊടുത്തിരിക്കുക, എന്താവുമെന്ന് ദൈവത്തിന് കണ്ടറിയും. എന്തായാലും കോടതി എടുത്ത് ദൂരെ കളയുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇവർ 1 മണിക്കൂർ മുമ്പ് പ്രോസ്പെക്ടസിൽ ചേഞ്ചസ് വരുത്തിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തായാലും കേരള സിലബസിൽ പഠിച്ച കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നത്. കേരള സിലബസിൽ പഠിച്ച കുട്ടികളുടെ മുഴുവൻ ഇങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് വേറെ എന്തോ ഒരു അജണ്ടയുണ്ട്. ഇതിനകത്ത് ഏതോ ആൾക്കാരൊക്കെ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ലാസ്റ്റ് മൊമെന്റിൽ റാങ്ക് ലിസ്റ്റ് വരുന്നതിന് തൊട്ട് റാങ്ക് ലിസ്റ്റ് എല്ലാ കാര്യങ്ങളും അവർക്ക് അറിഞ്ഞിട്ടായിരിക്കുമല്ലോ. എന്നിട്ട് അതിന് മുമ്പ് എത്രയും പെട്ടെന്ന് പ്രോസ്പെക്ടസിൽ അങ്ങ് മാറ്റം വരുത്തി. അപ്പൊ അതിന്റെ മാർക്കിന്റെ മാനദണ്ഡങ്ങൾ കാര്യങ്ങളാണ് മാറ്റം വരുത്തിയിരിക്കുന്നത്. എന്നിട്ട് കോടതിയിൽ വാദിക്കുകയാണ് ഇത് ഞങ്ങളുടെ ഡിസ്ക്രിയേഷണറി പവർ ആണെന്ന്. എന്ത് വിവരമില്ലായ്മയാണിത്? ആദ്യം കുറച്ച് വിവരവും ഒക്കെ ഉള്ള ആൾക്കാരെ വേണം ഈ വിദ്യാഭ്യാസ വകുപ്പിന് കൊണ്ടിരുത്താൻ. ഇത്രയേ ഉള്ളൂ എനിക്കിപ്പോൾ പറയാം.